ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. വൈദ്യുതി ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പോലും പറ്റില്ല, നമ്മൾ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ മാക്സിമം എനിക്ക് പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് പറഞ്ഞുതരാം, നമ്മൾ പറ്റും എന്നാണ് എൻ്റെ ഒരു. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വൈദ്യുതിയുടെ ഇപ്പോൾ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ സേഫ്റ്റി ഷോ കൊണ്ട് ഉള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഷോക്ക് അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലിപ്പോൾ കറണ്ട് ഉണ്ട്, ഈ കറണ്ടിന് ഫേസിന് മുകളിൽ നമ്മൾ ഒന്ന് കടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഫേസിന് എപ്പോഴും ഏറ്റവും കൂടുതൽ താല്പര്യം HDL വർക്ക് ചെയ്യുന്നവർ നിർബന്ധമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഫേസ് ലൈനിൽ HDL പറഞ്ഞു കഴിഞ്ഞാൽ 11,000 വോൾട്ട് ഉണ്ടാവും, അതുപോലെ 22,000 വോൾട്ട് ഉണ്ടാവും, അത്തരത്തിലായിരിക്കും HDL വരുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ സ്ഥലങ്ങളിൽ നമ്മൾ അത് ഓഫ് ചെയ്തു ടാഗ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും അതിൽ ലൈൻ ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടെസ്റ്ററിൽ ഏകദേശം മാക്സിമം ചെക്കിംഗ് വന്നിട്ട് 500 വോൾട്ടേജ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 500 പ്രോപ്പറായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഫയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫയർ കത്തുന്ന കണ്ടാൽ നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ കാറ്റാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാം, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ഒരു ആക്സിഡന്റ് സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് മുൻകൂട്ടി നമുക്ക് വിഷ്വലായി കാണാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഇലക്ട്രിസിറ്റിന്റെ പവർ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ പോകുന്നത് 11,000 വോൾട്ടിലേക്കാണ് പോകുന്നത്. അതേപോലെ അപ്പത്തോട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ചില സാഹചര്യത്തിൽ മാത്രമേ ഈ ടെസ്റ്റും മൾട്ടിമീറ്ററും കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഉണ്ടോ ഇല്ലെന്ന് പോലും നമുക്ക് അറിയില്ല. ഇപ്പോൾ HDL-ലാണെങ്കിൽ നമുക്ക് മൾട്ടിമീറ്റർ യൂസ് ചെയ്യാം, ടെസ്റ്റ് യൂസ് ചെയ്യാം, പല കാര്യങ്ങളുണ്ട്. HDL-ലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം KCB-നെ ഇൻഫോം ചെയ്യാം, ഓഫ് ചെയ്യാൻ പറയാം. നമ്മുടെ സൈഡാണുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു അപ്രൂവൽ പ്രകാരം നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ സംശയം ഉണ്ടെന്ന് വെച്ചാൽ ചോദിക്കാം. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ ധരിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. വൈദ്യുതി ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പോലും പറ്റില്ല, നമ്മൾ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ മാക്സിമം എനിക്ക് പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് പറഞ്ഞുതരാം, നമ്മളെ പറ്റും എന്നാണ് എൻ്റെ ഒരു. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വൈദ്യുതിയുടെ ഇപ്പോൾ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ സേഫ്റ്റി ഷോ കൊണ്ട് ഉള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഷോക്ക് അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലിപ്പോൾ കറണ്ട് ഉണ്ട്, ഈ കറണ്ടിന് ഫേസിന് മുകളിൽ നമ്മൾ ഒന്ന് കടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഫേസിന് എപ്പോഴും ഏറ്റവും കൂടുതൽ താല്പര്യം HDL വർക്ക് ചെയ്യുന്നവർ നിർബന്ധമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ത്രീ ഫേസ് ലൈനിൽ HDL പറഞ്ഞു കഴിഞ്ഞാൽ 11,000 വോൾട്ട് ഉണ്ടാവും, അതുപോലെ 22,000 വോൾട്ട് ഉണ്ടാവും, അത്തരത്തിലായിരിക്കും HDL വരുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ സ്ഥലങ്ങളിൽ നമ്മൾ അത് ഓഫ് ചെയ്തു ടാഗ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും അതിൽ ലൈൻ ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടെസ്റ്ററിൽ ഏകദേശം മാക്സിമം ചെക്കിംഗ് വന്നിട്ട് 500 വോൾട്ടേജ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 500 പ്രോപ്പറായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഫയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫയർ കത്തുന്ന കണ്ടാൽ നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ കാറ്റാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാം, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ഒരു ആക്സിഡന്റ് സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് മുൻകൂട്ടി നമുക്ക് വിഷ്വലായി കാണാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഇലക്ട്രിസിറ്റിന്റെ പവർ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ പോകുന്നത് 11,000 വോൾട്ടിലേക്കാണ് പോകുന്നത്. അതേപോലെ അപ്പത്തോട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ചില സാഹചര്യത്തിൽ മാത്രമേ ഈ ടെസ്റ്റും മൾട്ടിമീറ്ററും കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഉണ്ടോ ഇല്ലെന്ന് പോലും നമുക്ക് അറിയില്ല. ഇപ്പോൾ HDL-ലാണെങ്കിൽ നമുക്ക് മൾട്ടിമീറ്റർ യൂസ് ചെയ്യാം, ടെസ്റ്റ് യൂസ് ചെയ്യാം, പല കാര്യങ്ങളുണ്ട്. HDL-ലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം KCB-നെ ഇൻഫോം ചെയ്യാം, ഓഫ് ചെയ്യാൻ പറയാം. നമ്മുടെ സൈഡാണുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു അപ്രൂവൽ പ്രകാരം നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ സംശയം ഉണ്ടെന്ന് വെച്ചാൽ ചോദിക്കാം. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട്